എ ടു സെഡ് ചലഞ്ചിൻ്റെ പാർട്ട് 12ലേക്ക് ഏവർക്കും സ്വാഗതം. പാർട്ട് 12ലേക്ക് പോകുന്നതിന് മുൻപ് പാർട്ട് 11 തീർച്ചയായും നിങ്ങൾ ഒന്നുകൂടി കാണണം. കാരണം പാർട്ട് 12ൻ്റെ ബേസ് എന്ന് പറയുന്നത് പാർട്ട് 11 ആണ്. ആ പാർട്ട് 11ലെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പാർട്ട് 12 വളരെ രസകരമാണ് താനും. നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. വെർബിന് 5 രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ബേസ് ഫോം, എസ് ഫോം, V2, V3, ING. ബേസ് ഫോമും എസ് ഫോമും പ്രത്യേകമായി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് 11ൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എസ് ഫോമും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ ബേസ് ഫോമുമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന സെൻറ്റൻസ്, അതായത് തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ എസ് ഫോമും ബാക്കിയുള്ള എല്ലാ പേഴ്സൺ, അതായത് ഐ, വി, യു, ബാക്കിയുള്ള തേർഡ് പേഴ്സൺ പ്ലൂറൽ, ദേ ആകാം, ബോയ്സ് ആകാം, ഗേൾസ് ആകാം, ഡോഗ്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, ഡോക്ടേഴ്സ് ആകാം, പ്ലൂറൽ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടി നമ്മൾ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ആ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്? നിത്യജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്ത് ആശയം വ്യക്തമാക്കാൻ വേണ്ടിയാണ്, എന്ത് ആശയം വിനിമയത്തിന് വേണ്ടിയാണ് നമ്മൾ ആ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ ഒന്നാമത്തേത് ഹാബിറ്റ്, ഒരു സ്വഭാവം, ഒരാളുടെ സ്വഭാവം വ്യക്തമാക്കാൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹി റീഡ്സ് എ ന്യൂസ് പേപ്പർ ഡെയിലി, അത് അവൻ്റെ സ്വഭാവമാണ്, ഹാബിറ്റാണ്. അടുത്തത് റുട്ടീൻ, പതിവായി ചെയ്യുന്ന കാര്യം. ഹി ഗോസ് ടു ടെമ്പിൾ എവറി ഡേ, അത് എല്ലാ ദിവസവും അവൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, പതിവായി ചെയ്യുന്ന കാര്യമാണ്. മറ്റൊരു ഉപയോഗം ഒരാളുടെ പ്രിഫറൻസ് പറയുവാൻ. ഹി ലൈക്സ് ടു വാക്ക് ഇൻ ദ മോർണിംഗ്, രാവിലെ നടക്കാനാണ് അവൻ ഇഷ്ടപ്പെടുക, അവൻ്റെ പ്രിഫറൻസ് അതാണ്, അഭിരുചി, താല്പര്യം അതാണ്. മറ്റൊന്ന് ചില ഫാക്ട്സ് പറയാൻ, ചില വസ്തുതകൾ, ഒരിക്കലും മാറാത്ത ചില പ്രകൃതി സത്യങ്ങൾ അല്ലെങ്കിൽ ചില ശാസ്ത്ര തത്വങ്ങൾ. ഈ തരത്തിലുള്ള സെൻറ്റൻസ് ഉപയോഗിക്കും. അതായത് വെർബിൻ്റെ ബേസ് ഫോമും എസ് ഫോമും മാത്രം ഉപയോഗിച്ച് കിട്ടുന്ന സെൻറ്റൻസുകൾ നിത്യസത്യം പറയുവാൻ നമ്മൾ ഉപയോഗിക്കും, ചില ഫാക്ട്സ് പറയുവാൻ. മറ്റൊരു ഉപയോഗം ഒരു പെർമനൻ്റ് സിറ്റുവേഷൻ, ഹി ലിവ്സ് ഇൻ ഇന്ത്യ, അതൊരു പെർമനൻ്റ് സിറ്റുവേഷനാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന സെൻറ്റൻസിൻ്റെ കൂടെ ചില പ്രത്യേക ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. അതായത് പതിവിനെ സൂചിപ്പിക്കുന്ന ചില ടൈം എക്സ്പ്രഷൻസ്. അതിൽ പ്രധാനമായിട്ടും യൂഷ്വലി, പതിവായി, ഫ്രീക്വൻ്റ്ലി, മിക്കപ്പോഴും, അതൊരു ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ, അല്ലെങ്കിൽ ഈ ഇടയായിട്ടൊക്കെ ആവർത്തിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം പതിവിനെ സൂചിപ്പിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന സെൻറ്റൻസിനൊരു പേര് പറയും. അത് പ്രസൻ്റ് ആണ്, എന്നും പ്രസൻ്റ് ആണ്, അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഒരു ഗ്രാമാറ്റിക്കൽ ടേമാണത്. സിമ്പിൾ പ്രസൻ്റ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് എന്ന് നമ്മൾ കേട്ടാൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യം സബ്ജക്റ്റിനോടുകൂടി ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം, അതിൻ്റെ കൂടി ഓബ്ജക്റ്റ്, അതായത് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓർ എസ് ഫോം പ്ലസ് ഓബ്ജക്റ്റ്. ഇങ്ങനെ ലഭിക്കുന്ന സെൻറ്റൻസ് എന്നും സത്യമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവം എല്ലാ ദിവസവും ആവർത്തിക്കുന്ന കാര്യം, ചില താല്പര്യങ്ങൾ പറയാൻ ഒക്കെ ഉപയോഗിക്കാം. മറ്റൊരു, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ചെയ്യാറുണ്ട്, വരാറുണ്ട്, പോകാറുണ്ട്, നിൽക്കാറുണ്ട്, നടക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന റുണ്ട് എന്ന് പറയുന്ന ആ 2 അക്ഷരത്തിൽ അവസാനിക്കുന്ന എല്ലാ സെൻറ്റൻസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അവിടെ ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം മാത്രം മതി. ഇതിനെ തുടർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെയധികം ശ്രദ്ധ വേണം. നോട്ട്ബുക്ക് നിങ്ങൾ കരുതണം, എഴുതി വെച്ച് തന്നെ പഠിക്കണം. അതിനുശേഷം വോക്കൽ പ്രാക്ടീസിൽ, നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളുടെ വോക്കൽ പ്രാക്ടീസിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് ക്രമേണ നിങ്ങൾ പ്രവേശിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എ ടു സെഡ് ചലഞ്ചിൻ്റെ പാർട്ട് 12. ഇംഗ്ലീഷിലുള്ള എല്ലാ സെൻറ്റൻസുകളെയും 4 തരത്തിൽ നമുക്ക് പറയാം. അതൊരു ബേസിക് അറിവാണ്, അടിസ്ഥാനപരമായ ഒരു അറിവാണ്. എങ്ങനെയാണ് 4 തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഉണ്ട് എന്ന് പറയാം, ഇല്ല എന്ന് പറയാം, ഉണ്ടോ എന്ന് ചോദിക്കാം, ഇല്ലേ എന്ന് ചോദിക്കാം. അതായത് ഉണ്ട് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്.
ഇല്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇല്ലേ എന്ന് ചോദിക്കുന്നത് ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആകാം, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആകാം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആകാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകാം. അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ 4 സെൻറ്റൻസ് പഠിക്കും. ഒരു സെൻറ്റൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ 4 സെൻറ്റൻസ് പഠിക്കുന്ന ഫലം ചെയ്യും. അതായത് ഒരു സെൻറ്റൻസ് ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ 4 സെൻറ്റൻസ് പഠിക്കുന്ന ഫലം ചെയ്യും. എങ്ങനെയാണ് സെൻറ്റൻസിനെ ഇല്ല എന്നാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഉണ്ടോ എന്നാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഇല്ലേ എന്നാക്കി മാറ്റുന്നത്? നമുക്കറിയാം, ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുവാൻ നോട്ട് ചേർത്താൽ മതി. NOT, നോട്ട് ചേർത്താൽ മതി. പക്ഷേ നോട്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട വെർബിനോട് കൂടി ഒരിക്കലും നമുക്ക് നോട്ട് ചേർക്കാൻ സാധിക്കുകയില്ല. പ്ലേ നോട്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല. കം നോട്ട് എന്ന് പറയാൻ പറ്റുകയില്ല. ഡാൻസ് നോട്ട് എന്ന് പറയാൻ പറ്റുകയില്ല. സേ നോട്ടെന്നോ ടെൽ നോട്ടെന്നോ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഒരു കാരണവശാലും വെർബിൻ്റെ കൂടെ, ഒരു മെയിൻ വെർബിൻ്റെ കൂടെ നോട്ട് ചേർക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത് തെറ്റാണ്. ആ സെൻറ്റൻസ് നമുക്ക് അത് ഗ്രാമാറ്റിക്കൽ എററാണ്. അത് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വെർബിന് ഒരു രാജകീയ പദവിയാണ്, ഒരു റോയൽ സ്റ്റാറ്റസ് ആണ്. നമുക്കറിയാമല്ലോ, മന്ത്രിമാർക്കൊക്കെ വരെയൊക്കെ അനുധാവനം ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. അവർക്ക് സഹായത്തിനായിട്ട് അവർക്ക് കിങ്കരന്മാരുണ്ട്, എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസും ഉണ്ട് എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞതുപോലെ ഒരു വെർബിന് എപ്പോഴും ഒരു അകമ്പടി ഉണ്ടാകും. എന്തെങ്കിലും വെർബിന് ഒരു ആവശ്യം വരുമ്പോൾ, വെർബിന് എന്താണ് ആവശ്യം വരുന്നത്? വെർബിന് ആവശ്യം വരുന്നത് ഇല്ല എന്ന് പറയേണ്ട സാഹചര്യം വരും, ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സാഹചര്യം വരും, ഇല്ലേ എന്ന് ചോദിക്കേണ്ട സാഹചര്യം വരും. അതായത് ഉണ്ടെന്ന് പറയുന്ന സാഹചര്യം വരും, ഇല്ല എന്ന് പറയുന്ന സാഹചര്യം വരും, ഉണ്ടോ എന്ന് ചോദിക്കേണ്ട സാഹചര്യം വരും, ഇല്ലേ എന്ന് ചോദിക്കേണ്ട സാഹചര്യം വരും. ഇവിടെയെല്ലാം പ്രധാനപ്പെട്ട വെർബ് ഒരു രാജകീയ പദവിയിൽ മാറ്റമില്ലാതെ നിലനിൽക്കും. പിന്നെ ആരാണ് സഹായിക്കുന്നത്? മെയിൻ വെർബിനോട് ചേർന്ന് എപ്പോഴും സഹായത്തിനായി ഒരു ചെറിയ വെർബ്, ഒരു കുട്ടി വെർബ് കൂടെ കാണും. ഒരു സഹായത്തിന് വേണ്ടിയുള്ള ഒരു വെർബ്. അങ്ങനെ സഹായത്തിന് വേണ്ടി ഒരു വെർബ് കൂടെ ഉണ്ടെങ്കിൽ അതിനെ തീർച്ചയായും നമുക്ക് സഹായ ക്രിയ എന്ന് പറയാൻ സാധിക്കും. അതിനെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് നമുക്ക് പറയാം. ഈ ഓക്സിലറി വെർബാണ് ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആകണോ നെഗറ്റീവ് ആകണോ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആകണോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെർബിൻ്റെ 5 രൂപങ്ങളിൽ ആദ്യത്തെ 2 രൂപം മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അതായത് ബേസ് ഫോം, യെസ് ഫോം. അങ്ങനെയെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ ആ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ സാധിക്കും? ഐ പ്ലേ നോട്ട് ഫുട്ബോൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അത് തെറ്റാണ്. പിന്നെ എവിടെയാണ് നമ്മൾ നോട്ട് ചേർക്കുന്നത്? അവിടെ ആകെ 3 വേർഡ്സ് മാത്രമേ ഉള്ളൂ. ഐ പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഐ നോട്ട് എന്ന് പറയാൻ സാധിക്കില്ല, അത് തെറ്റാണ്. പ്ലേ നോട്ട് എന്ന് പറയാനും സാധിക്കില്ല, ഫുട്ബോൾ നോട്ടെന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത്? ഇല്ല എന്നെങ്ങനെ പറയും? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വെർബിനും ഒരു രാജകീയ പദവിയാണ്, ഒരു സഹായി കൂടെ കാണും. പക്ഷേ ഇവിടെ സഹായികളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വെർബിൻ്റെ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ അവിടെ 2 വെർബുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഒന്ന് ഒരു ഹെൽപ്പിംഗ് വെർബും മറ്റൊന്ന് മെയിൻ വെർബും. പ്ലേ എന്ന് പറയുന്ന വെർബ് മാത്രം എടുത്താൽ അവിടെ ഒരു സഹായക്രിയ, ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. പ്ലേ എന്ന് മാത്രം പറഞ്ഞാൽ അത് ഡു പ്ലേ ആണ്. അങ്ങനെയെങ്കിൽ ഹീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അത് ഹീ പ്ലേ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് ഹീ. അപ്പോൾ പ്ലേസ് എന്നേ പറയാൻ പറ്റൂ. ഹീ പ്ലേസ് ഫുട്ബോൾ. അങ്ങനെയെങ്കിൽ പ്ലേസ് എന്ന് പറയുന്ന ആ വെർബ് മാത്രം എടുത്താൽ അവിടെ ആരാണ് അവിടെ സഹായത്തിനുള്ളത്? വെർബിൻ്റെ എസ് ഫോം ആക്കി മാറ്റാൻ സഹായിച്ച ഒരു വെർബുണ്ട്, അവിടെ ഒരു സഹായക്രിയയുണ്ട്, അത് ഡസ് ആണ്. അപ്പോൾ നമ്മൾ പുതിയ 2 വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടു. 2 സഹായക്രിയകൾ, ഡു, ഡസ്. അതിപ്പോൾ പറഞ്ഞ ഈ ചെയ്യാറുണ്ട്, വരാറുണ്ട്, നോക്കാറുണ്ട്, നിൽക്കാറുണ്ട്, നടക്കാറുണ്ട്, റുണ്ട് എന്ന് പറയുന്ന ആ 2 അക്ഷരത്തിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകളിലെ
സഹായ ക്രിയ എന്ന് പറയുന്നത് ഡു ആൻഡ് ഡസ് ആണ്. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു പേര് ഞാൻ പറഞ്ഞു, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ബേസ് ഫോം, എസ് ഫോം, ഡു, ഡസ്, പിന്നെ കുറേ ടൈം എക്സ്പ്രഷൻസും. ഇത്രയും മാത്രം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പതിവുള്ള കാര്യം പറയാൻ, അത് നമുക്ക് വീട്ടിൽ പറയാനുള്ളതുകൊണ്ട് കടകളിൽ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ കടയിൽ പോകുമ്പോൾ അവിടെ ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകളുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ ഉപയോഗിക്കാറുണ്ട്, മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ളതുകൊണ്ട്. ഇതെല്ലാ സെൻറ്റൻസുകളും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ധാരാളം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകും. അത് നിങ്ങൾ വോക്കൽ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമാക്കിയാൽ പതിവുള്ള കാര്യം പറയാൻ നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ആകും. അങ്ങനെയെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ എന്ന് നമ്മൾ എടുക്കുക. എന്ത് ചെയ്യണം? ഐ പ്ലേ ഫുട്ബോൾ. പ്ലേ എന്ന് പറഞ്ഞാൽ അത് വെറും പ്ലേ അല്ല, അത് ഡു പ്ലേ ആണ്. അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഐ ഡു പ്ലേ ഫുട്ബോൾ എന്ന് നമുക്കതിനെ ഒന്ന് വിപുലീകരിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. ഐ ഡു പ്ലേ ഫുട്ബോൾ. അങ്ങനെയെങ്കിൽ നോട്ട് നമുക്ക് ചേർക്കാൻ നമുക്ക് വളരെ എളുപ്പമായി ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ അല്ലെങ്കിൽ ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. എങ്ങനെ നമുക്കിതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ സാധിക്കും? എവിടെയാണോ സബ്ജക്റ്റും ഓക്സിലറി വെർബും, മെയിൻ വെർബിന് യാതൊരു മാറ്റവുമില്ല, ഓക്സിലറി വെർബും സബ്ജക്റ്റും ഒരു സ്ഥാനഭ്രംശം വരുമ്പോൾ അത് ക്വസ്റ്റ്യനായി മാറും. അങ്ങനെയെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ എന്നത് നെഗറ്റീവ് ആകുമ്പോൾ ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്നാകും. അങ്ങനെയെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ആകും? അതായത് ഞാൻ പന്ത് കളിക്കാറുണ്ട്, ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല. പിന്നെ ചോദ്യമാകുന്നത് എങ്ങനെയാ? നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ? നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയാ? നീ ഫുട്ബോൾ കളിക്കാറില്ലേ? അപ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്, ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല. നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ? നീ ഫുട്ബോൾ കളിക്കാറില്ലേ? ഇവിടെ എല്ലാം നമ്മളെ സഹായിക്കുന്നത് ഈ മെയിൻ വെർബിനോട് ചേർന്ന് ലയിച്ചു നിൽക്കുന്ന സഹായിയായ വെർബാണ്. ആവശ്യ സമയത്ത് അവനെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ, ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ, ഡു യു പ്ലേ ഫുട്ബോൾ? നീ കളിക്കാറുണ്ടോ എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അത് സെക്കൻഡ് പേഴ്സണായി മാറും. ഡു യു പ്ലേ ഫുട്ബോൾ? നീ കളിക്കാറില്ലേ എങ്ങനെ ചോദിക്കും? ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ? സബ്ജക്റ്റും ഓക്സിലറി വെർബും മാത്രം ഇൻവേർഷൻ നടന്ന് കിട്ടുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത്തരത്തിൽ ലഭിക്കുന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും മറുപടി. അപ്പോൾ നമുക്ക് പറയാം ഐ പ്ലേ ഫുട്ബോൾ, ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ, ഡു യു പ്ലേ ഫുട്ബോൾ, ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ? അങ്ങനെയെങ്കിൽ ഹി സബ്ജക്റ്റ് ആകുമ്പോൾ എന്താവും? ഹി പ്ലേസ് ഫുട്ബോൾ. നെഗറ്റീവ് എങ്ങനെയാണ്? പ്ലേസ് എന്ന് പറഞ്ഞാൽ അത് ഡസ് പ്ലേ ആണ്. പിന്നെ ഡസ് പ്ലേസ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഹി ഡസ് പ്ലേ, ഡസ് പ്ലേ. അപ്പോൾ പ്ലേസ് എന്ന് പറയുന്നത് ആ മെയിൻ വെർബിൻ്റെ ഓക്സിലറി വെർബ് ഡസ് ആണ്. ആ ഡസിനെ നമ്മൾ വേർപെടുത്തുമ്പോൾ ഡസ് പ്ലേ ആകും. അപ്പോൾ അത് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഹി ഡസിൻ പ്ലേ ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡസ് ഹി പ്ലേ ഫുട്ബോൾ? ചെറിയൊരു സ്ഥാനഭ്രംശം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമുക്ക് വളരെ അതിൻ്റെ മാറ്റങ്ങളൊക്കെ കുട്ടികൾ കട്ടയടുക്കി കളിക്കുന്നത് പോലെ നമുക്ക് വ്യക്തമാണ്. സബ്ജക്റ്റും ഓക്സിലറി വെർബും തിരിഞ്ഞു വരുന്ന എവിടെയൊക്കെയാണോ ഇൻവേർഷൻ തിരിഞ്ഞു വരുന്നത് അവിടെ എല്ലാം അത് ഓട്ടോമാറ്റിക്കായി ആ സെൻറ്റൻസിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് മാറി ക്വസ്റ്റ്യൻ മാർക്കാവും. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. അപ്പോൾ ഹി പ്ലേസ് ഫുട്ബോൾ, അതെങ്ങനെ നമുക്ക് അതിന് നെഗറ്റീവ് ആക്കാം? ഹി ഡസിൻറ്റ് പ്ലേ ഫുട്ബോൾ. അവൻ കളിക്കാറുണ്ടോ? ഡസ് ഹി പ്ലേ ഫുട്ബോൾ? അവൻ കളിക്കാറില്ലേ? ഡസിൻറ്റ് ഹി പ്ലേ ഫുട്ബോൾ? മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്റ്റ് ആയിക്കോട്ടെ. ദേ യൂസ് കൂപ്പൺസ് ഫോർ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിന് വേണ്ടി അവർ കൂപ്പൺസ് ഉപയോഗിക്കാറുണ്ട്. ദേ തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയതുകൊണ്ട് യൂസസ് എന്ന് പറയുകയില്ല, യൂസ് എന്ന് മാത്രമേ പറയൂ. അവർ ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാറില്ല എന്നെങ്ങനെ പറയും? ദേ യൂസ് എന്നുള്ളത് യൂസ് എന്നുള്ള വെർബ് മാത്രം എടുത്താൽ അത് ഡു യൂസ് ആണ്. അതൊരു ഇൻബിൽറ്റ് ഒരു സംവിധാനമാണത്. യൂസ് എന്ന് പറഞ്ഞാൽ ഡു യൂസ് ആണ്. ഏതൊരു വെർബ് എടുത്താലും അതിൻ്റെ ബേസ് ഫോം എടുത്തു കഴിഞ്ഞാൽ അത് ഡു ആണ്. ഡു പ്ലേ, ഡു കം, ഡു യൂസ്, ഡു ടേക്ക്, ഡു വാക്ക്, ഡു ജംപ് എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഫോമിൻ്റെ ഒരു വികസിത രൂപമാണ്. അപ്പോൾ ഡു യൂസ് എന്ന് പറഞ്ഞാൽ അത് യൂസ് തന്നെയാണ്. ഡു പ്ലേ എന്ന് പറഞ്ഞാൽ അത് പ്ലേ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ദേ യൂസ് കൂപ്പൺസ് ഫോർ ഡിസ്കൗണ്ട്. അതിനെ നമുക്ക് ഉപയോഗിക്കാറില്ല എന്നെങ്ങനെ പറയും? ദേ
ഡു യൂസ് എന്നാകും. അതിന് നമുക്ക് ഡു എന്ന ഓക്സിലറി വെർബിനോട് കൂടി നോട്ട് ചേർക്കാം. ദേ ഡോണ്ട് യൂസ് കൂപ്പൺസ് ഫോർ ഡിസ്കൗണ്ട്. ഉപയോഗിക്കാറില്ല. അവർ ഉപയോഗിക്കാറുണ്ടോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ സെൻറ്റൻസിൻ്റെ ഓക്സിലറി വെർബും സബ്ജക്റ്റിൻ്റെ അപ്പുറത്തേക്ക്, അതായത് സബ്ജക്റ്റും ഓക്സിലറി വെർബും ഒരു ഇൻവേർഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ദേ യൂസ് കൂപ്പൺസ് ഫോർ ഡിസ്കൗണ്ട്, ദേ ഡോണ്ട് യൂസ് കൂപ്പൺസ് ഫോർ ഡിസ്കൗണ്ട്, ഡു ദേ യൂസ് കൂപ്പൺസ് ഫോർ ഡിസ്കൗണ്ട്, ഡോണ്ട് ദേ യൂസ് കൂപ്പൺസ് ഫോർ ഡിസ്കൗണ്ട്. മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയെങ്കിൽ മറ്റൊരു സെൻറ്റൻസ്, ഐ മിൽക്ക് ദ കൗ ഫോർ ഫ്രഷ് മിൽക്ക്. ഫ്രഷ് മിൽക്കിന് വേണ്ടി ഞാൻ പശുവിനെ കറക്കാറുണ്ട്. കറക്കാറില്ല എന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് മിൽക്ക്. ഇവിടെ മിൽക്കാണ് അവിടെ വെർബ്. മിൽക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മിൽക്ക് എന്ന് പറയുന്നത് പാലെന്ന് പറയുന്നൊരു പേരാകാം, അതോടൊപ്പം തന്നെ മിൽക്ക് എന്ന് പറയുന്ന ഒരു വെർബും ആകാം. ഐ മിൽക്ക്, ഐ ഡോണ്ട് മിൽക്ക്. ഐ ഡോണ്ട് മിൽക്ക് കൗ ഫോർ ഫ്രഷ് മിൽക്ക്. ഞാൻ കറന്നെടുക്കാറില്ല, കടയിൽ ചെന്ന് വാങ്ങിക്കാറുള്ളൂ. ആ അർത്ഥത്തിലായിരിക്കും പറയുന്നത്. ഇനി നീ ഫ്രഷ് മിൽക്കിന് വേണ്ടി പശുവിനെ കറക്കാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഡു യു മിൽക്ക് കൗ ഫോർ ഫ്രഷ് മിൽക്ക്. നീ ഫ്രഷ് മിൽക്കിന് വേണ്ടി പശുവിനെ കറക്കാറില്ലേ എന്ന് എങ്ങനെ ചോദിക്കും. ഡോണ്ട് യു മിൽക്ക് കൗ ഫോർ ഫ്രഷ് മിൽക്ക്. മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ദേ സ്ലൈസ് മീറ്റ് ഫോർ കുക്കിംഗ്. കുക്കിങ്ങിന് വേണ്ടി മീറ്റ് സ്ലൈസ് ചെയ്യാറുണ്ട്. ദേ സ്ലൈസ് മീറ്റ് ഫോർ കുക്കിംഗ്. ചെയ്യാറില്ലെന്ന് എങ്ങനെ പറയും? സ്ലൈസ് എന്ന് പറഞ്ഞാൽ അത് ഡു സ്ലൈസ് ആണ്. ദേ ഡോണ്ട് സ്ലൈസ് മീറ്റ് ഫോർ കുക്കിംഗ്. അത് സ്ലൈസ് ചെയ്യാറില്ല. നോ, ഡോണ്ട് സ്ലൈസ്, ഡോണ്ട് സ്ലൈസ്. ഇനി അവർ അത് ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും. ഡു ദേ സ്ലൈസ് മീറ്റ് ഫോർ കുക്കിംഗ്. ചെയ്യാറില്ലേ എന്ന് എങ്ങനെ ചോദിക്കും. ഡോണ്ട് ദേ സ്ലൈസ് മീറ്റ് ഫോർ കുക്കിംഗ്. അപ്പോൾ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഒന്നുകൂടി പറയാം. ദേ സ്ലൈസ് മീറ്റ് ഫോർ കുക്കിംഗ്. ദേ ഡോണ്ട് സ്ലൈസ് മീറ്റ് ഫോർ കുക്കിംഗ്. ഡു ദേ സ്ലൈസ് മീറ്റ് ഫോർ കുക്കിംഗ്. പറഞ്ഞു പഠിക്കുക. ഏതൊരു സെൻറ്റൻസ് ഒരു 30 പ്രാവശ്യം പറയുമ്പോൾ നമ്മുടെ സ്വന്തമാകും. വോക്കൽ കോഡ്സ് അതിനുവേണ്ടി ഒരു ചായ്വ്, അത് പറയാനായിട്ടുള്ള ഒരു ചായ്വിലേക്ക്, ഒരു വ്യായാമത്തിലേക്ക് വരും. അപ്പോൾ വോക്കൽ എക്സസൈസിന്, വോക്കൽ പ്രാക്ടീസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ തരുന്ന സെൻറ്റൻസ് നിങ്ങൾ വോക്കൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സ്വന്തമാക്കണം. അതെവിടെയെങ്കിലും ഇരുന്ന് തന്നെ അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാകാം, അല്ലെ മറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പഠിക്കുക. ഇത് കുറേ പറഞ്ഞു പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ സ്വന്തമാകും. ഈ സെൻറ്റൻസ് നിങ്ങളുടെ സ്വന്തമാകും. താനേ അത് ആവശ്യ സമയത്തിൻ്റെ നാവിൽ വരുന്ന ഒരു അവസ്ഥ, ഒരു അത്ഭുതകരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് കിട്ടും. മറ്റും നോക്കാം. മൈ സിസ്റ്റർ ബേക്സ് കേക്ക്. എൻ്റെ സഹോദരി കേക്ക് ബേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ മൈ സിസ്റ്റർ എന്നുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, അതുകൊണ്ട് ബേക്സ് എന്ന് പറയും. മൈ സിസ്റ്റർ ബേക്സ് കേക്ക്. ബേക്ക് ചെയ്യാറുണ്ട്. ചെയ്യാറില്ലെന്ന് എങ്ങനെ പറയും? ബേക്സ് എന്ന് പറയുമ്പോൾ അത് ഡസ് ബേക്ക് ആണ്. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? ഡസ് എന്ന് പറയുന്ന ഈ ഓക്സിലറി വെർബിനോട് കൂടി വേണം നോട്ട് ചേർക്കാൻ. മൈ സിസ്റ്റർ ഡസൻ ബേക്ക് കേക്ക്. ചെയ്യാറില്ല. ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡസ്. മൈ സിസ്റ്റർ എന്താവും? ചോദ്യം ചോദിക്കുമ്പോൾ യോർ സിസ്റ്റർ ആവും. ഡസ് യോർ സിസ്റ്റർ ബേക്ക് കേക്ക്. ഡസ് ബേക്ക് എന്ന് പറഞ്ഞാൽ അത് ബേക്സ് ആണ്. അതുകൊണ്ട് ഡസ് നമ്മൾ അതിൽ നിന്ന് ആവശ്യ സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ആ യെസ് ഫോം പിന്നെ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? മൈ സിസ്റ്റർ ബേക്സ് കേക്ക്. മൈ സിസ്റ്റർ ഡസൻ ബേക്ക് കേക്ക്. ഡസ് യുവർ സിസ്റ്റർ ബേക്ക് കേക്ക്. ഡസൻറ്റ് യുവർ സിസ്റ്റർ ബേക്ക് കേക്ക്. ഡസൻറ്റ് യുവർ സിസ്റ്റർ ബേക്ക് കേക്ക്സ്. ഇത് പറഞ്ഞു പഠിച്ചെങ്കിൽ മാത്രമേ ലാംഗ്വേജിൻ്റെ ഒരു ഒഴുക്ക് നമ്മുടെ വായിൽ ഉണ്ടാവുകയുള്ളൂ, ഒരു വോക്കൽ ഓർഗൻസിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ ഏതാനും ചില എക്സാമ്പിൾസ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കുറേ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് തരാം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചാൽ 4 സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞു. അതായത് ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇല്ലേ. ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഓക്സിലറി വെർബാണ്. എല്ലാ വെർബിൻ്റെയും കൂടെ തുടർന്ന് വരുന്ന ഈ 5 വെർബ് ഫോമിൻ്റെയും കൂടെ സഹായത്തിനായി സഹായക്രിയകൾ കാണും. എങ്കിൽ മാത്രമേ ആ സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ആക്കാനും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ സഹായക്രിയയുടെ ഉപയോഗം അതാണ്. ഒരു സെൻറ്റൻസിനെ പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇത്രയും ആക്കി മാറ്റണമെങ്കിൽ ആ മെയിൻ വെർബിൻ്റെ അകമ്പടി സേവിക്കുന്ന ഈ ഓക്സിലറി വെർബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും, നമ്മുടെ വിവിധ നിത്യജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ള ധാരാളം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. ബൈ.